പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കട്ടെ. യെരുശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെ ഇരിക്കേണ്ടതിനും ഉപദേശം കൈക്കൊള്ളുക. വീണ്ടും അതോട് ചേർന്ന് അതിൻ്റെ 16-ാം വാക്യം കൂടെ വായിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടക്കുവിൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം യിരെമ്യാവിലൂടെ ദൈവം തൻ്റെ ജനത്തിന് വീണ്ടും വീണ്ടും അരുളപ്പാടുകളും മുന്നറിയിപ്പുകളും കൊടുക്കുന്നതാണ് ഈ അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയം. ദൈവം നശിപ്പിക്കുന്നതിന് മുൻപായിട്ട്, അല്ലെ ശിക്ഷ വിധിക്കുന്നതിന് മുൻപായിട്ട് വീണ്ടും വീണ്ടും തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. 1 മുതലുള്ള അധ്യായങ്ങളിൽ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഒരുത്തനെ അന്വേഷിച്ചു, അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ ഞാൻ അവനോട് ക്ഷമിക്കും. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരുവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം തൻ്റെ ജനത്തെ നശിപ്പിച്ച് കളയാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ ജനം മടങ്ങി വന്ന് തൻ്റെ വഴികളിൽ നടക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതാണ് ഈ 8-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിന്നെ ശൂന്യയാക്കാതിരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. കർത്താവ് തരുന്ന ഉപദേശങ്ങൾ, കർത്താവിൻ്റെ അരുളപ്പാടുകളെ നാം പ്രമാണിക്കേണ്ടതാണ്. അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് അവൻ പ്രമാണം തന്നത്. ആവർത്തന പുസ്തകത്തിൽ പറയുമ്പോൾ ഇങ്ങനെ വേറൊരു ശ്രേഷ്ഠജാതി ഇല്ല, ദൈവത്തിൻ്റെ ന്യായപ്രമാണവും കൽപ്പനകളും ലഭിച്ച ഈ ജാതിയെപ്പോലെ, ഇസ്രായേൽ ജാതിയെപ്പോലെ വേറൊരു ജാതിയില്ല. അവർ അതനുസരിച്ച് നടക്കേണ്ടതിന് അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. വീണ്ടും പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രബോധിപ്പിക്കുകയാണ്, പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടക്കുവിൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം കിട്ടും. നമുക്ക് വിശ്രാമം തരണം. നാം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്നുള്ളത് എക്കാലത്തും ഉള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, ആർക്ക് കലഹം, ആർക്ക് ശണ്ട? അതെല്ലാം വരുന്നത്, ഈ കലഹവും ശണ്ടയും സമാധാനക്കേടും എല്ലാം വരുന്നത് നമ്മുടെ ആ ജഡത്തിലെ ആ പ്രവൃത്തികൾ മൂലമാണ് എന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പഴയ പാതകളിലൂടെ ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ കർത്താവ് അത് തന്നെയല്ലേ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. എൻ്റെ ആ വഴികളിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കും. കർത്താവ് വീണ്ടും വീണ്ടും തൻ്റെ ജനത്തിന് ബുദ്ധി ഉപദേശം നൽകുന്നത് അത് നാം കേൾക്കുമെങ്കിൽ എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അത് നമുക്ക് സമാധാനത്തിനുള്ള മാർഗങ്ങളെ വ്യക്തമായി കാണിച്ചു തരുന്നു എന്ന് ദൈവവചനത്തിലുടനീളം വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നാം പലപ്പോഴും അതിനോട് വിഘടിച്ച് ഞങ്ങൾ നടക്കുകയില്ല, ഞങ്ങളതിൽ പോകുകയില്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ വഴി പ്രമാണിച്ച് നടക്കുന്നതിൽ മനസ്സ് വയ്ക്കുകയില്ല എന്ന് ശാഠ്യവും മത്സരവും പൂണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കർത്താവ് പറഞ്ഞത്, എന്നോട് ചേർന്ന് എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആശ്വാസപ്രദനായ കർത്താവ്, ആശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവ് ആ സർവ്വ ആശ്വാസവും നമുക്ക് തരുവാൻ എത്ര വാഞ്ചയുള്ളവനായിരിക്കും. അതിനായിട്ട് നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ദൈവകൽപ്പനകളെ പ്രമാണിച്ച് ദൈവ വഴികളിലൂടെ നടക്കുക. അവൻ തന്നിട്ടുള്ള പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ആ വഴിയിലൂടെ മുൻപോട്ട് ഇന്ന് പകൽക്കാലം സമാധാനത്തോടെയും വിശ്രാമം അനുഭവിക്കുന്നവരായും മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ. ഗോഡ് ബ്ലസ് യു.